പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും കർത്താവിൻ്റെ അതിപരിശുദ്ധ സാന്നിധ്യത്തിനകത്തും കൃപയാലും നിറഞ്ഞിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാം ഈ ദിവസങ്ങളിലെല്ലാം കർത്താവിൻ്റെ സഹനത്തെപ്പറ്റി പഠിക്കുകയാണല്ലോ, ആ സഹനത്തെപ്പറ്റി കൂടുതൽ അറിയുകയാണല്ലോ. ഇതെന്തിനു വേണ്ടിയാണ്? എന്താണ് ഈ സഹനം അറിയുന്നത് കൊണ്ട് എന്താണ് പ്രത്യേകത? പ്രിയമുള്ളവരെ, എഫെസസ് ലേഖനം 4:7 ഇങ്ങനെ പറയുന്നു, നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിൻ്റെ ദാനത്തിന് അനുസൃതമാം വിധം കൃപ നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എത്രത്തോളം കർത്താവ് തന്നെപ്പറ്റി നമുക്ക് വെളിപ്പെടുത്തി തരുന്നു, അത്രത്തോളം നാം കൃപയാൽ നിറയുന്നു എന്നാകുന്നു. എത്രത്തോളം ക്രിസ്തുവിൽ നിങ്ങൾക്ക് പിക്ചറൈസ് ചെയ്യാൻ പറ്റുന്നോ, അത്രത്തോളം നിങ്ങളിൽ സ്വതന്ത്രരായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോട് പറയുന്നിടത്ത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കർത്താവ് ഈ ഗെത്സമനെ തോട്ടത്തിൽ രക്തം വിയർത്തതിനെ പറ്റി നാം കേട്ടു. എന്നാൽ ഇന്നത്തെ ദിവസം അത് കഴിഞ്ഞ് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 57-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, യേശുവിനെ പിടിച്ചു ബന്ധിച്ചവർ പ്രധാന പുരോഹിതനായ കയ്യഫാസിൻ്റെ അടുത്തേക്ക് അവനെ കൊണ്ടുപോയി. അവിടെ നിയമജ്ഞരും ശ്രേഷ്ഠന്മാരും സമ്മേളിച്ചിരുന്നു. യേശുവിനെ ഗെത്സമനെ തോട്ടത്തിൽ നിന്ന് ഒരു കൂട്ടം പടയാളികൾ പിടിക്കുന്നു. അവർ നേരെ യേശുവിനെ കൊണ്ടുവന്ന് കയ്യഫാസിൻ്റെ വീട്ടിനകത്താണ്. ഈ യേശുവിനെ പിടിക്കാൻ വന്ന ഒരു കൂട്ടത്തെ പറ്റി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അവരെ പറ്റി പറയുന്നത് ഇങ്ങനെയാവുന്നു. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. യൂദാസ് ഒരു ഗണം പടയാളികളോടുകൂടെ. അവിടെ പറയുന്ന ഒരു ഗണം എന്ന് പറയുന്നത് ഗ്രീക്ക് ഭാഷയിലേക്ക് വരുമ്പോൾ സ്പൈറ എന്ന വാക്കാകുന്നു. സ്പൈറ. ഈ സ്പൈറ എന്ന് പറഞ്ഞാൽ 300 തുടങ്ങി 650 വരെ ആളുകൾ വരുമെന്ന്. ഒരു മനുഷ്യനെ 350 പേർ ചേർന്ന് കൈകാര്യം ചെയ്താൽ എങ്ങനെ ഇരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ കർത്താവ് എത്ര വലിയ സഹനത്തിലൂടെ കടന്നുപോയതെന്ന്. എന്തിനു വേണ്ടിയാണ് കടന്നുപോയെന്ന് ചോദിച്ചാൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 350-ലധികം ആളുകൾ ഒരു വ്യക്തിയെ കൈകാര്യം ചെയ്താൽ എങ്ങനെ ഇരിക്കും? അതിനകത്ത് നമുക്ക് ആ വചനവുമായി ബന്ധപ്പെടുത്തി കുറേ പ്രവചനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ നമുക്കത് കാണാൻ സാധിക്കും. പക്ഷേ യേശു ക്രിസ്തുവിനെ ഈ കൊണ്ടുപോയ പടയാളികൾ അവർ ചുമ്മാതെയൊന്നുമല്ല, വെറുതെ ഒന്നുമല്ല കൊണ്ടുപോയത്. അവർ യേശുവിനെ നന്നായി കൈകാര്യം ചെയ്തായിരുന്നു കൊണ്ടുപോയത്. നിങ്ങളിത് അറിയാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒറ്റ വാക്കിൻ്റെ മുൻപിൽ ഇതേ 350 പേർ നിലത്ത് വീഴുകയുണ്ടായി. തിരുവചനം പറയുന്നു, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു? അവർ പറഞ്ഞു, നസ്രായനെ യേശുവിനെ. യേശു പറഞ്ഞത് ഞാനാകുന്നു. ഞാനാണെന്ന് പറയുകയും അവർ പിൻവലിയുകയും നിലത്ത് വീഴുകയും ചെയ്തു. അതായത് ശക്തി ഇല്ലാഞ്ഞിട്ടല്ല അവരുടെ ഈ പീഡനങ്ങൾക്ക് ഇരയായത്. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, കർത്താവ് യേശു ക്രിസ്തു ദൈവമാണെങ്കിൽ പിന്നെ എന്തിന് ഈ അനുഭവങ്ങളിലൂടെ കടന്നു വന്നു? എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവ് യേശു ക്രിസ്തു ദൈവം ആയതുകൊണ്ട് ഈ അനുഭവങ്ങളിലൂടെ കടന്നുപോയത്. ഏതെങ്കിലും ഒരു മനുഷ്യനായിരുന്നെങ്കിൽ ഇത്രയിൽ എത്തത്തില്ല, അതിന് മുൻപേ തീർന്നേനെ. അദ്ദേഹം കടന്നു പോയതിൻ്റെ കാരണം ഞാനും നിങ്ങളും കടന്നു പോകാതിരിക്കാനാകുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആ ഒരു ബലമെന്ന് പറയുന്ന ആ സഹിക്കാനുള്ള എബിലിറ്റി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ കർത്താവ് ഇതിലൂടെ കടന്നു പോവുക എന്ന് പറയുന്ന നേരത്ത് ഈ 350 പേരുടെ കൈകാര്യം, അല്ലെങ്കിൽ അവരെങ്ങനെ കൈകാര്യം ചെയ്തു നമുക്കറിയണമല്ലോ. ഈ മത്തായിയുടെ സുവിശേഷം 26-ന്റെ 67 ഇങ്ങനെ പറയുന്നു, അവർ അവൻ്റെ മുഖത്ത് തുപ്പുകയും അടിക്കുകയും ചെയ്തു. ഇതേ വചനത്തെ ആധാരമാക്കി ഏശയ്യാ പ്രവാചകനും നേരത്തെ യേശുവിന് 600 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട്. ഏശയ്യാ 50-6, അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. ഇത് കർത്താവിനെ പറ്റി, ക്രിസ്തുവിനെ പറ്റിയുള്ള ഒരു പ്രവചനമാകുന്നു. ഞാൻ നിങ്ങളോട് എന്തിനാണ് പറയുന്നത്? അതിന് പ്രിയമുള്ളവരെ, കർത്താവ് അതിശക്തമായ പീഡനത്തിലൂടെ ആ സ്ഥലത്ത് കടന്നുപോയി. ചുമ്മാതെയൊന്നുമല്ല. ഞാനും നിങ്ങളും വിചാരിച്ചതുപോലെ വളരെ നല്ലൊരു വിചാരണ അങ്ങനെയൊന്നുമല്ല. വളരെ കൈകാര്യം ചെയ്യപ്പെട്ടു. ചിലർ യേശുവിൻ്റെ കവളത്തടിച്ചു, ചിലർ യേശുവിൻ്റെ താടിമീശരോമങ്ങൾ പറിച്ചു, ചിലർ യേശുവിനെ നിലത്തിട്ട് ചവിട്ടി, ചിലർ യേശുവിനെ ചതച്ചു. ഇത്രയും സഫറിങ്ങിനകത്ത് നമ്മുടെ കർത്താവ്, നമ്മുടെ പ്രാണനാഥൻ കടന്നുപോയി. ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, നിന്നെ അത്രമാത്രം കർത്താവ് സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ എക്സ്റ്റൻഷൻ കാണിച്ചു തരാൻ അദ്ദേഹത്തിന് മുടക്കേണ്ടി വന്നത് അദ്ദേഹത്തിൻ്റെ ജീവനാകുന്നു. ആ ജീവന് വിലയുണ്ട്. ആ ജീവൻ നിങ്ങൾക്ക് വേണ്ടി മുടക്കപ്പെട്ടത് നിങ്ങൾ എപ്പോൾ വിശ്വസിക്കുന്നുവോ അപ്പോൾ മുതലേ ആ ജീവൻ്റെ വിലയെ നിങ്ങൾക്ക് വെളിപ്പെടുത്തുവാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് ആ വിലയെ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. കർത്താവ് തൻ്റെ ശരീരത്തിൽ സഹിച്ചത് ഒരു 2-3 വചനങ്ങൾ വെച്ച് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു. അതിലൊന്നാമത്തത് ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 50-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. എൻ്റെ പ്രിയമുള്ളവരെ, ക്ഷതമേൽപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ചതയ്ക്കുന്ന, ഹി വാസ് ബ്രൂസ്ഡ് ഫോർ അവർ ഇനിക്വിറ്റി എന്നാണ് പറയുന്നത്. അതായത് ചതയ്ക്കപ്പെട്ടു എന്ന ഒരു വ്യക്തിയെ ചതയ്ക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതേപോലെ കൈകാര്യം ചെയ്തെന്ന. അതുപോലെ തന്നെ തിരുവചനം പറയുന്നു, സങ്കീർത്തനം 109-23 പറയുന്നു, വെട്ടുകിളിയെ പോലെ അവർ എന്നെ കുടഞ്ഞെറിഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് ഇതെല്ലാം ക്രിസ്തുവിനെ ആധാരമാക്കിയുള്ള ചില പ്രവചന ശബ്ദങ്ങളാകുന്നു. സങ്കീർത്തനം 142-6 പറയുന്നു, ഞാൻ അങ്ങേയറ്റം തകർക്കപ്പെട്ടിരിക്കുന്നു. അതായത് ഒരു വ്യക്തി കടന്നു പോകാവുന്നതിൻ്റെ ഏറ്റവും എക്സ്ട്രീമിലൂടെ കർത്താവായ യേശു ക്രിസ്തു കയ്യഫാസിൻ്റെ ഭവനത്തിലൂടെ കടന്നുപോയി. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഞാൻ നിങ്ങൾ അനുഭവിക്കാതിരിക്കേണ്ടതിന്, ഞാൻ നിങ്ങളും വേദനിക്കാതിരിക്കേണ്ടതിന്, ഞാൻ നിങ്ങൾ മുറിയാതിരിക്കേണ്ടതിന്, ഞാൻ നിങ്ങളും തകർന്നു പോകാതിരിക്കേണ്ടതിന്, ഞാൻ നിങ്ങളും ഒരിക്കലും തളർന്നു പോകാതിരിക്കുക. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞു നിർത്തട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിനെ ഹാൻഡിൽ ചെയ്ത 350 പേരും അവർ നല്ല രീതിയിലല്ല യേശുവിനെ ഹാൻഡിൽ ചെയ്തത്.
യേശുവിനെ അവർ തകർക്കുകയുണ്ടായി, യേശുവിനെ അടിക്കുകയുണ്ടായി, യേശുവിനെ മുറിക്കുകയുണ്ടായി, യേശുവിനെ അവർ ശരീരത്തെ മുഴുവൻ അവർ ഉപദ്രവിക്കുകയുണ്ടായി. എന്തിന് കർത്താവ് കടന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാനും നിങ്ങൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ വീഴാതിരിക്കാൻ, ഇങ്ങനൊരു സാഹചര്യത്തിൽ കടന്നു പോകാതിരിക്കാൻ, ഇങ്ങനൊരിടത്ത് ചിലപ്പോൾ ശരീരത്തിൽ നമുക്ക് ചിലപ്പോൾ ഉപദ്രവങ്ങൾ കിട്ടത്തില്ലായിരിക്കും. നമ്മുടെ മനസ്സിൻ്റെ അകത്ത് വരുന്ന മുറിവുകളെ അത് തടുക്കേണ്ടതിന്, അത് അനുഭവിക്കാതിരിക്കേണ്ടതിന് കർത്താവ് അതിലൂടെ കടന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തൻ്റെ ജനം തന്നെ, താൻ ഏറ്റവും സ്നേഹിച്ച യേശു ഏറ്റവും സ്നേഹിച്ച തൻ്റെ ജനം തന്നെ യേശുവിനെ എതിർക്കുന്നൊരു സാഹചര്യമുണ്ടായി. എന്തിനു വേണ്ടി? യേശു ഇതിലൂടെ കടന്നു, നാം അതിലൂടെ കടന്നു പോകാതിരിക്കേണ്ടതിനാണ്. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ കൃപ കൂടുതൽ മനസ്സിലാക്കുവാൻ ദൈവം നിങ്ങൾക്ക് ബലം നൽകട്ടെ. 350-ലധികം ആളുകൾ യേശുവിൻ്റെ ശരീരത്തെ കൈകാര്യം ചെയ്തതിനെ ഒന്ന് ധ്യാനിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഇൻസൈറ്റുകൾ നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. ആമേൻ.